Hi, friends. How many of you have faced bullying? അത് സ്കൂളിൽ നിന്നാവട്ടെ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജസിൽ നിന്നാവട്ടെ, ഐ എം ഷുവർ മോസ്റ്റ് ഓഫ് us വുഡ് ഹാവ് ഫേസ്ഡ് ഇറ്റ്. In my school days, I used to go to ഒരു ബയോളജി ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പം പപ്പ വാസ് വെരി പെർട്ടിക്കുലർ ദാറ്റ് ഐ ഷുഡ് ബി ദ സ്കൂൾ ടോപ്പർ, യൂണിവേഴ്സിറ്റി ടോപ്പർ, എവ്രിവെയർ. അപ്പം യൂസ് ടു സെൻഡ് മീ ഫോർ ഓൾ ട്യൂഷൻസ്. അങ്ങനെ ഈ ബയോളജി ടീച്ചറിൻ്റെ അടുത്ത് പോയി. ബട്ട് ഐ ഫെൽ ദറ്റ് ഇവർ ഈ നാട്ടുകാരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അവരുടെ പഠിപ്പീര് അത്രയ്ക്ക് സത്യം പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല. സോ ഐ ഡ്രോപ്ഡ് ഹാഫ് വേ. ആൻഡ് എൻ്റെ കഷ്ടകാലത്തിനാന്ന് തോന്നുന്നു ഇവർ എൻ്റെ സ്കൂളിൽ ബയോളജി ടീച്ചറായിട്ട് ഒരു മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്തു. ആൻഡ് അതാണ് എനിക്ക് തോന്നുന്നു ഇനീഷ്യലി ബുള്ളിങ് ഒക്കെ ഞാൻ അറിയുന്നത് ആ ഒരു സമയത്താണ്. അന്ന് ട്വൽത്താണ്. ഷീ ട്രൈ ടു മേക്ക് മൈ ലൈഫ് സോ ഡിഫിക്കൾട്ട്. എല്ലാ ദിവസവും ഐ വാസ് ക്ലാസ് ടോപ്പർ, സ്കൂൾ ടോപ്പർ. ഈവൻ ദെൻ ഇവർ വെറുതെ എന്നെ പിടിച്ച് നിർത്തും. സോ ഐ എം ഷുവർ ഇത് എനിക്കെന്നല്ല, ഇങ്ങനെ പല ഇൻസിഡൻസും നമ്മളെല്ലാവർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പം അന്ന് എനിക്ക് ഈ ഒരു ഹറാസ്മെൻറ്റ് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ഐ കുഡൻ ഷെയർ ഇറ്റ്. ഞാനൊരു ഭയങ്കര സൈലൻറ്റ് കുട്ടിയായിരുന്നു, ഫുൾ ടൈം ബുക്സ്. അപ്പോൾ ഇപ്പോൾ ഐ ഹാവ് എ ബേബി ഗേൾ. അപ്പോൾ നമ്മുടെ കുട്ടികളോട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നെവർ ടോളറേറ്റ് ഡിസ്റെസ്പെക്റ്റ്. എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് ഫേസും ആയിക്കോട്ടെ, ഓക്കെ, അതിപ്പോൾ അഡൾട്ട്ഹുഡ് ആണെങ്കിൽ തന്നെ കം ടു മമ്മ ആൻഡ് പപ്പ, വി ആർ ദെയർ എന്ന് കുട്ടികളെ അറിയിക്കണം. ദാറ്റ് ഹെൽപ്സ് എ ലോട്ട്. ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും കുട്ടികൾക്ക് തോന്നണം, ഓക്കെ, മൈ മോം ഇസ് ദെയർ, മൈ ഡാഡ് ഇസ് ദെയർ, ഐ കെൻ റൺ ടു ദെം. അപ്പോൾ ആ ഒരു സ്പേസ് നമ്മുടെ കുട്ടികൾ നമ്മളുമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. Then, that was, and the same teacher, because of her, എനിക്ക് എല്ലാത്തിനും 95+ ഉണ്ടായിരുന്നു 12th സ്റ്റാൻഡേർഡിൽ. ബിക്കോസ് ഓഫ് ദിസ് ലേഡി ഐ ഗോട്ട് എൻ്റെ ലൈഫിലെ ലോവസ്റ്റ് മാർക്സ് 87 on 100. അത് ബയോളജിക്കായിരുന്നു 12th. ആൻഡ് ഐ ലോസ്റ്റ് ദ ഫസ്റ്റ് റാങ്ക് ഇൻ സ്കൂൾ. ഐ ഗോട്ട് 94%. കുവൈറ്റ് ടോപ്പ് 96% ആയിരുന്നു. മൈ ഡാഡ് വാസ് വെരി സാഡ്. അപ്പോൾ ഇതൊരു മൈൽഡ് ഫോം ഓഫ് ഹറാസ്മെൻറ്റ് അല്ലേ. അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്തു. ഇൻറ്റേർണൽ മാർക്സ് അല്ലെങ്കിൽ ക്ലാസ്സിൽ വെച്ച് ഹറാസ്മെൻറ്റ്. സോ ദിസ് പാറ്റേൺ കണ്ടിന്യൂസ് ഇൻ സം ഓഫ് ദ ടീച്ചേഴ്സ്. അത് സ്കൂളിൽ മാത്രമല്ല, അത് കോളേജസിൽ നടക്കാറുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണല്ലോ നമ്മളിപ്പോൾ ന്യൂസിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ഓർക്കുന്നത് ഇത്രയും കുട്ടികളെ ഹറാസ് ചെയ്യുന്ന ഒരാളെ അവിടെ ബാക്കി ടീച്ചേഴ്സൊക്കെ ഇല്ലേ, വൈ നോ വൺ സ്റ്റുഡ് അപ്പ് against this kind of humiliation? ഒരു ഗ്രൂപ്പിൽ എനിക്ക് മനസ്സിലാക്കാം, ചിലപ്പം ഇങ്ങനെ കുട്ടികളെ ഹറാസ് ചെയ്യുന്ന ആൾക്ക് നല്ല പിടിപാട് ഉണ്ടാവാം, ഓക്കെ. പക്ഷെ എന്നാലും ഒരു 2-3 പേരെങ്കിലും കാണില്ലേ, ദിസ് ഇസ് റോങ്, വി ഹാവ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ്. നമ്മുടെ കുട്ടികളെ അങ്ങനെ ഞാനിപ്പോൾ ഒരു ജൂനിയർ ലെവൽ ടീച്ചറാണ്. ഐ ഡോണ്ട് സിറ്റ് ഇൻ ഗ്രൂപ്പ്സ്. ഇപ്പം എൻ്റെ വേറെ ഫാക്കൽറ്റീസ് ഇഫ് ദേ പ്ലാൻ, ഇപ്പം ഒരു കുട്ടി ഒരു ഫാക്കൽറ്റീനോട് എതിർത്ത് സംസാരിച്ചെന്ന് വെച്ചോ, ഓക്കെ, എന്തെങ്കിലും ഒരു വാക്ക് തർക്കം ഉണ്ടായി. ഐ ഹാവ് സീൻ ദാറ്റ് ഈ ഒരു ഗ്രൂപ്പായിട്ട് ഫാക്കൽറ്റീസ് ദി ഡിസ്കസ് അബൌട്ട് ഇറ്റ് ആൻഡ് ടാർഗറ്റ് ദ ചൈൽഡ്. ഐ ഹാവ് പേഴ്സണലി സീൻ ഇറ്റ്. ഞാനത് കണ്ടിട്ടുണ്ട്. ഞാൻ ആ ഒരു ദിസ് ഇസ് എക്സാക്ട്ലി ദ റീസൺ വൈ യു ഡോണ്ട് സീ മീ ഇൻ ഗ്രൂപ്പ്സ്. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. അപ്പോൾ ചില കുട്ടികൾക്ക് അത് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ ദേ ആർ സ്ട്രോങ്. അവർ തിരിച്ച് റിയാക്ട് ചെയ്യും. ചില കുട്ടികൾക്ക് ഗ്രൂപ്പ് അറ്റാക്ക് അത് പറ്റില്ല. ഇതൊക്കെ ഐ ഡോണ്ട് നോ. ഇൻ മെഡിക്കൽ ഫീൽഡ് ഇത് വളരെ കൂടുതലാണ്. എന്താ റീസൺ എന്നറിയോ? ഇങ്ങനത്തെ ദിസ് കൈൻഡ് ഓഫ് ടോർച്ചർ ഈ പ്രൊഫഷണൽ ഫീൽഡിൽ, എസ്പെഷ്യലി മെഡിസിൻ, ഇത് MBBS ആവട്ടെ, BDS ആവട്ടെ, MD ആവട്ടെ, ഫിസിയോതെറാപ്പി, നഴ്സിംഗ്, എവിടെയാണെങ്കിലും ദിസ് ഹാപ്പൻസ് ആൻഡ് പീപ്പിൾ ആർ ക്വൈറ്റ് ബിക്കോസ് ഞങ്ങളുടെ ഫീൽഡ് അത്യാവശ്യം നല്ല പാടാണ് പഠിച്ചെടുക്കാൻ. ഓക്കെ, നമ്മുടെ ബുക്സൊക്കെ കണ്ടിട്ടില്ലേ,
they are very big and the concepts are complex, most of them. അപ്പോൾ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാനുള്ള ആൾക്കാർ നമുക്ക് കുറവാണ്. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ അധികം പൈസ കൊടുത്ത് ആപ്സിൽ ചേർന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ, ഓക്കെ ഇത് ഇങ്ങനെയൊക്കെയാണല്ലേ. അല്ലാതെ ബുക്സ് മാത്രം വായിച്ചാൽ, ലെറ്റ് മീ ടെൽ യു ഫ്രാങ്ക്ലി, മനസ്സിലാക്കാൻ പാടാണ് ഈ മെഡിസിൻ കോൺസെപ്റ്റ്സ്. അപ്പം അത് ഈ ക്ലിനിക്കൽ നോളജ് ഓവർ ദ ഇയേഴ്സ് കിട്ടിയ ആൾക്കാർ, അല്ലെങ്കിൽ അത്രയും പാഷനേറ്റ് ആയിട്ടിരുന്ന് വായിക്കുന്ന ആൾക്കാർ, അവരിൽ നിന്നൊക്കെ പഠിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെയാണല്ലേ കാര്യം എന്ന്. അല്ലെങ്കിൽ മെഡിസിൻ പഠിച്ചെടുക്കാൻ പാടാണ്, അപ്പം അത് പാസ്സാവാൻ പാടാണ്. ഇതാണ് ഈ ഇറാം, ഇയാളുടെ ന്യൂസാണ് ഫുൾ ടൈം ഇപ്പം എൻ്റെ ഫീഡിൽ ഇങ്ങനത്തെ ആൾക്കാരെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ബിക്കോസ് ദേ നോ ദ സബ്ജക്റ്റ് ഇസ് ടഫ്, പീപ്പിൾ കാണ്ട്, സ്റ്റുഡൻസിന് പാടാണ് അത് ഗ്രാസ്പ് ചെയ്യാൻ. അപ്പം ഫെയിലാക്കാനും ഈസിയാണ്. സി respect is something that it is a give and take policy, right? നിങ്ങൾക്ക് ഒരു MD ഉണ്ട്, അല്ലെങ്കിൽ DM ഉണ്ട്, കുറേ ഡിഗ്രി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിങ്ങളെ കൈകൂപ്പി നിൽക്കണം എന്ന് ആഗ്രഹിക്കരുത്. അത് യു ഷുഡ് ഏൺ ഇറ്റ്. അത് ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു I had a talk with a very senior professor. അപ്പം there were differences of opinion and I told them on their face. ഞാൻ വന്നപ്പം മുതൽ I'm teaching on apps and എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ട്രീറ്റിംഗ് ആൻഡ് പഠിപ്പീര് ഇത് രണ്ടും എനിക്ക് ഓക്സിജൻ ആൻഡ് വാട്ടർ പോലെയാണ്. എനിക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്, എൻ്റെ ഡേ കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഈ ഒരു ഏജിൽ പഠിപ്പിക്കുന്നതുകൊണ്ടാണോ, ബിക്കോസ് എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ അത്യാവശ്യം, ഞാൻ ഒരു സ്പെസിഫിക് ഇൻസ്റ്റിറ്റ്യൂഷനല്ല പറയുന്നത്, ഞാൻ ജനറലായിട്ട് പറയാണ്. ഞാനൊരു രണ്ട് മൂന്ന് സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ കൂടുതൽ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, കർണാടക, കേരള. അപ്പോൾ ഇനിയിപ്പം എൻ്റെ ഏജ് കാരണമാണോ, സം പീപ്പിൾ ഡോണ്ട്, എൻ്റെ സ്റ്റുഡൻസ് അല്ല, കൊലീഗ്സ് അല്ലെങ്കിൽ സീനിയേഴ്സ്, ദേ ഡോണ്ട് ഡൈജസ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഐ എം ടീച്ചിങ്. അതൊരു ഫാക്റ്റാണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ക്യാൻ റെക്കഗ്നൈസ് ഇറ്റ്. അതൊരു ഗട്ട് ഫീലിംഗ് ആണ്, നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും. ബട്ട് ഐ ജസ്റ്റ് സ്മൈൽ ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ. ഓക്കെ, ഐ വിൽ കീപ്പ് ഓൺ ഡൂയിങ് മൈ ജോബ്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു പ്രൊഫസറിനോട് ഞാൻ പറഞ്ഞു, see from the time that that I have met you have been harassing me. അതിൻ്റെ ഒരു റീസൺ, ഞാൻ നിങ്ങളെന്നെ ഹറാസ് ചെയ്യാൻ ഞാൻ നിങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇവരെന്നോട് ചോദിക്കുകയാണ്, പിന്നെ നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം, നിൻ്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കണം എന്ന് ചോദിച്ചു. അതൊരു അത് വളരെ ഹൈ എന്ന് വെച്ചാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു ആളാണിത് തിരിച്ചിങ്ങോട്ട് ചോദിക്കുന്നത്. നിൻ്റെ മുന്നിൽ പിന്നെ ഞങ്ങൾ എന്താണ് കൈകൂപ്പി നിൽക്കണം ഓടിയെന്ന് ചോദിച്ചു. അതപ്പോൾ ഞാൻ പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ അത് വേണമെന്നും വേണ്ടെന്നും പറയില്ല. അല്ലാതെ ഇപ്പം ഇങ്ങനെ പറയുന്നതിനോട് ഞാൻ എന്ത് റിപ്ലൈ ആണ് കൊടുക്കുക? അതാണ് ഞാൻ പറഞ്ഞത്, ബഹുമാനം നമ്മൾ ഈ എന്താ ചോദിച്ച് പിടിച്ച് മേടിക്കേണ്ടതല്ല, നമുക്ക് തോന്നി കൊടുക്കേണ്ടതാണ്. നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഇത് എനിക്കൊന്ന് 2 മാസം മുന്നേ ഒരു സ്യൂസൈഡ് കേസ് റിപ്പോർട്ട്, അറ്റംപ്റ്റ് ടു സൂസൈഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പി ജിയിലുള്ള ഒരു കുട്ടി, നോർത്തിലാണെന്ന് തോന്നുന്നു, ഹറാസ്മെൻറ്റ് ഫ്രം സീനിയേഴ്സ്, സെയിം സ്റ്റോറി, ഷീസ് കമ്മിറ്റഡ് സൂസൈഡ്, ട്രൈ ടു ഡു. ഐ ഹാഡ് സ്പോക്കൺ അബൌട്ട് ദിസ് മാറ്റർ. ഒരു ചെറിയ രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വേർ നമ്മുടെ ഇന്ത്യയിൽ ഐ തിങ്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട്സ് പാസ്റ്റ് 5 yearsൽ 150 മെഡിക്കൽ സ്റ്റുഡൻസ് ആണ് സൂയിസൈഡ് ചെയ്തിട്ടുള്ളത്. See that we have lost 150 medical professionals. Why? Because they couldn't handle the saddest in our field. So കുട്ടികളുടെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും, ഇപ്പം ഞാൻ കേരളത്തിലല്ലേ, സോ ഐ ക്യാൻ സേ അബൌട്ട് കേരള. ഓൾ ഇന്ത്യ ലെവലിലും അത് വരണം. ആക്ച്വലി കുട്ടികളുടെ മെഡിക്കൽ പ്രൊഫഷനിലെ കുട്ടികളുടെ ഗ്രീഫ്, അവരുടെ പ്രശ്നങ്ങൾ, ഈ വർക്ക് സ്പേസിലുണ്ടാവുന്ന ഹറാസ്മെൻറ്റ്സ്, അത് അഡ്രസ്സ് ചെയ്യാനായിട്ടൊരു പാനലിനെ ഗവൺമെൻറ് ഉണ്ടാക്കണം. ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് വി ഡു ഇറ്റ്. എത്ര നാളിങ്ങനെ കണ്ടിന്യൂ ചെയ്യും? ഇനി ഒരു അടുത്ത 10 വർഷം എടുത്ത് എത്ര മെഡിക്കൽ പ്രൊഫഷണൽസ് സൂസൈഡ് ചെയ്യും?
ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നഷ്ടപ്പെടുന്നത് അവരുടെ ഫാമിലിക്ക്, റൈറ്റ്? എന്തൊക്കെ ആഗ്രഹങ്ങളോടെ ആയിരിക്കും അവരുടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ എന്താ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, ഇവർക്കൊക്കെ ഫാമിലി ഉണ്ട്. സോ അറ്റ്ലീസ്റ്റ് there should be a panel that addresses these matters. ആൻഡ് ആ പാനലിൽ ഈ സൈഡ് പിടിക്കാത്ത ജസ്റ്റായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരെ വെക്കണം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒത്തിരി ഗ്രൂപ്പിസമുണ്ട്, ഒത്തിരി റിയലി ഐ ആം ടെല്ലിങ് ഗ്രൂപ്പിസമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇനി അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണോ, വാട്ട് എവർ. But I also believe I still have hope in my medical field. I believe that people at the top, കുറച്ച് പേരെങ്കിലും they follow ethics. ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ വേണം. അത് ഞാൻ ന്യൂസിൽ കണ്ടത്. അതൊരു നല്ലൊരു പോയിൻ്റാണ്. ഇപ്പം കുട്ടികൾക്കിത് വിളിച്ച് പറയാനോ മെയിൽ അയക്കാനൊക്കെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുക്കണം. ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോൾ ചില കുട്ടികൾ, ഐ വാച്ച് എ ലോട്ട് ഓഫ് ന്യൂസ്, കറക്റ്റാണ്. കുട്ടികൾ അവർ പേടിച്ചിട്ടാണ് പറയുന്നത്, അവരിനി ഫെയിലായി പോയാലോ എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് നേരിട്ടതൊക്കെ നിങ്ങൾക്ക് പറയണം. ആ കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് അവരുടെ ശബ്ദത്തിൽ ആ ഒരു ഇടർച്ചയുണ്ട്. നാളെ എന്താവും, ഫെയിലാവുമോ, അത്രയ്ക്ക് പേടിപ്പിച്ച് വെച്ചേക്കാണ് അവരെ. അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ഒരു യുണൈറ്റഡ് ആയിട്ട് അവർ പുറത്ത് വന്നല്ലോ. ഞാൻ ആലോചിക്കുകയാണ്, ഈ 2 ദിവസമായിട്ടും മെഡിക്കൽ ഫീൽഡിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒരാൾ പോലും പ്രതികരിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ. ഇപ്പോൾ കുട്ടികളെല്ലാവരും യുണൈറ്റഡ് ആയിട്ട് വന്ന് സംസാരിച്ചല്ലോ, അവർ നേരിട്ട പ്രശ്നങ്ങൾ സംസാരിച്ചല്ലോ. ഐ ആം പ്രൗഡ് ഓഫ് യു ഗൈസ്. നല്ലത്. ഇത് നിങ്ങൾ ആക്ച്വലി കുറച്ച് നാൾ മുന്നേ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം കുറച്ച് നിങ്ങൾക്കുണ്ടായ ട്രോമകൾ ഒഴിവാക്കാമായിരുന്നു. ചിലപ്പം ഈ മോൻ്റെ ഒരു ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു.